അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ചയായി. ഈസ്റ്റർ ഇങ്ങനെ അടുത്തടുത്ത് വരാ കേട്ടോ. അപ്പോൾ പെസഹ വ്യാഴാഴ്ച നമ്മൾ വൈകിട്ട് പള്ളിയിൽ പോയി. ഇവിടെ രാവിലെ കുർബാനയില്ല. അപ്പോൾ വൈകിട്ട് പള്ളിയിൽ പോയി വന്ന് ഞങ്ങൾ പാലും കൽത്തപ്പം, ഞങ്ങൾ രണ്ടുപേരും കൂടി പാലും കൽത്തപ്പൊക്കെ ഉണ്ടാക്കി. ഈ പാല് കുറുക്കിയത് എൻ്റെ കൈ കഴിച്ചപ്പോൾ ഞാൻ ഷെവിന് കൊടുത്തിപ്പോൾ ഷെവിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് മില ഉണ്ടാക്കേണ്ടത്. ഞങ്ങളിതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് അത് മുറിച്ച് കഴിക്കാൻ പോണേ. അതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും മാത്രം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യും, പ്രാർത്ഥിച്ചിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പരിപാടികൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈസ്റ്റർ അടുക്കാറാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് പരിപാടികളുണ്ട്. ആദ്യം കൊഴുക്കട്ട ശനിയാഴ്ച, അത് കഴിയുമ്പോൾ പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളി, അങ്ങനെയാണ് നമ്മൾ ഈസ്റ്ററിലേക്ക് കിടക്കുക. അപ്പോൾ ഈ ഒരു മൊത്തം പ്രോസസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. കുറേ സ്ഥലങ്ങളിലൊന്നും ഈ പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോയിരുന്ന് സൈലൻ്റായിട്ട് ആരാധനയൊക്കെ ചെയ്യും. എനിക്കിങ്ങനെ ഒരുപാട് ഒച്ചപ്പാട് ബഹളത്തിനെക്കാട്ടി ഇഷ്ടം വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്രെയറാണ്. അതുണ്ടാവും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കൽത്തപ്പം ഇതുപോലെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് അവിടെ വലിയൊരു ഗ്രൂപ്പ് ആരാധന ഉണ്ടാകും. മീൻസ് പള്ളിയിൽ എല്ലാ മനുഷ്യന്മാരും വന്നിട്ട് ഒരു 100-400 ആളുകൾ വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരാധനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഓരോരോ അപ്പം അല്ലെങ്കിൽ 1-2 അപ്പം വീതം ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അത് അച്ഛൻ വെഞ്ചരിച്ചിട്ട് അതിങ്ങനെ ഒരു ബേസിനിലാക്കിയിട്ട് അവിടുത്തെ പ്രവർത്തകർ അതിങ്ങനെ നമുക്ക് തരും. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അപ്പവും പാലിങ്ങനെ മുക്കി തരും. പക്ഷെ അപ്പം ഉള്ളിൽ വരുന്നൊരു ചിന്തയാണ്, ഈശ്വരാ എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ അപ്പം തന്നെ കിട്ടണേ. പക്ഷെ ജന്മണെങ്കിൽ അമ്മയുടെ അപ്പം കിട്ടില്ല, വേറെ ഏതെങ്കിലും കിണത്തപ്പൊക്കെ ആയിരിക്കും കിട്ടുക. എന്നിട്ട് ഓടി വന്ന് അമ്മച്ചെടുത്ത് പറയും, ഇത്തവണ എനിക്ക് കിട്ടിയില്ല അമ്മ. പക്ഷെ അതൊന്നും ഇത്തവണ മിസ് ചെയ്തില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൂടി അത് കഴിച്ചപ്പോൾ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ടാ.